എടുക്കില്ല, എടുക്കാൻ പാടില്ല. ബിസിനസിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. പിടിക്കടി, പിടിക്കാൻ, പിടിക്കടി. അങ്ങനെ അനുസരണയുള്ള പിള്ളേര്. നിന്നെ ഞാൻ വിടില്ല, അത്രയ്ക്ക് ഇഷ്ടമായി നിന്നെ. നീ എന്റെ പൊന്മുട്ടയിടുന്ന താറാവാ മോളെ. ഡാനിയൽ സാർ നിന്നെ പറ്റി വളരെ നല്ല അഭിപ്രായമാ പറഞ്ഞ്, അറിയാമോ? എന്ന് വെച്ചാ എന്താ അർത്ഥം? നിന്റെ കാര്യം രക്ഷപ്പെട്ടു എന്ന്. നീ രക്ഷപ്പെട്ട ഈ ഞാനും രക്ഷപ്പെട്ടില്ലേ പൊന്നു മോളെ. എന്തുപറ്റി? മുഖം കണ്ട ലോകം അവസാനിച്ചു തോന്നുമല്ലോ. ഇത്രയ്ക്ക് തളർന്നു പോകാൻ മാത്രം എന്ത് സംഭവിച്ചു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും സംഭവിച്ചില്ലേ? വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതായി നടിക്കുകയല്ലേ? തകർന്നില്ലേ സർവ്വം? ഇനി എന്ത് പ്രതീക്ഷ എനിക്കുള്ളത്? എനിക്കിനി ഒരു ജീവിതമുണ്ടോ? എവിടെ പോയി നിന്റെ ജീവിതം? ആരെങ്കിലും കൊണ്ടുപോയി തീയിലിട്ടോ? അതോ കടലിൽ താഴ്ത്തിയോ? നിന്റെ ജീവിതത്തിന് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. വെറുതെ, എല്ലാം വെറുതെ. അർത്ഥമില്ലാത്ത വാശിക്ക് കീഴടങ്ങി ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷ, സ്നേഹത്തെ സ്നേഹിച്ചവരെ തിരിച്ചറിയാത്തതിന്റെ ശിക്ഷ, അതാ എനിക്ക് കിട്ടിയത്. ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരേ ഒരു വഴി മാത്രം. ചേച്ചിയുടെ വഴിയാവും ആത്മഹത്യ അല്ലേ? വേറെന്താണിനി? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എത്ര പേര് ജീവൻ ഒടുക്കണം? ഒരു കഷ്ണം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ? ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ തന്നെ എത്ര പെൺകുട്ടികൾ? അവർക്കും സ്വീകരിക്കാമായിരുന്നല്ലോ ഈ എളുപ്പ വഴി. അവര് സ്വീകരിച്ചോ? മരിച്ചോ? പക്ഷേ അസ്തമനം കൊണ്ടെല്ലാം നശിക്കുന്നില്ലടോ. അസ്തമനത്തിൽ നിന്ന് തന്നെയാ ഉദയം ഉണ്ടാവുന്നത്. എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് റെയിൽപാളത്തിൽ തലവെക്കാൻ ഏത് കഴുതയ്ക്കും കഴിയും. നീ കഴുതയല്ല. ചിതയിൽ നിന്നും ഉയരാൻ പഠിക്കണം. തകർച്ചയിൽ നിന്നുകൊണ്ട് തകർച്ചയോട് യുദ്ധം പ്രഖ്യാപിക്കണം. നിനക്കതിനുള്ള ധൈര്യവും ശക്തിയുണ്ട്. നിനക്കതിന് കഴിയും. കഴിഞ്ഞത് കഴിഞ്ഞു. കഴിഞ്ഞതിനെ പുറംകാലം കൊണ്ട് ചവിട്ടിത്തള്ളുക. പുറകിലല്ലടോ, മുമ്പിലാണ് ജീവിതം. ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. എന്താ, പറ്റില്ലേ?
എന്താ യമുനെ, എന്തു പറ്റി? എനിക്ക് പോവാൻ കഴിഞ്ഞില്ല സന്ധ്യ. അവര് സമ്മതിച്ചില്ല. സമ്മതിക്കില്ല. സമ്മതിച്ച അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുമല്ലോ. എന്റെ ചില ഫോട്ടോസ്. അറിയാം. ഇത് യമുനയുടെ മാത്രം അനുഭവമല്ല, ഇവിടെയുള്ള എല്ലാ കുട്ടികളുടെയും കഥ ഇത് തന്നെയാ. വാരിക്കുഴിയാ ഇത്. ഒരിക്കൽ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഒരിക്കലും സന്ധ്യ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടില്ലേ? തുടക്കത്തിൽ. പക്ഷേ ഒക്കെ വെറുതെയായി. കുറെ പീഡനം മാത്രം ലാഭം. പിന്നെ ഞാൻ എല്ലാം മനഃപൂർവ്വം മറക്കുകയായിരുന്നു. വീട്, ബന്ധുക്കൾ, പുറം ലോകത്തെ ഒന്നായി തന്നെ മറന്നു. രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് എന്ത് നേടാൻ? ആരും സ്വീകരിക്കില്ല. എന്തിന്? തിരിച്ചറിയ പോലും ഉണ്ടാവില്ല. ഇനി ഇവിടുന്ന് പോവാൻ സമ്മതിച്ചാൽ തന്നെ ഞാൻ പോവില്ല യമുനെ. അതിലും ഭേദം മരണം തന്നെയാണ്. അതെ, എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തനിക്ക് രക്ഷപ്പെടണോ? ഞാൻ സഹായിക്കാം. എന്താ വേണ്ടേ? താൻ രക്ഷപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ദാ ഇത് കണ്ടോ? തൻ്റെ അമ്മ കാത്തിരിക്കുക. എല്ലാവരും തന്നെ കാത്തിരിക്കുക. വായിച്ചു നോക്ക്. വേണ്ട. തിരിച്ചു പോകാൻ തോന്നുന്നില്ലേ തനിക്ക്? നോക്ക്, വെറുതെ പറഞ്ഞതല്ല. ഞാൻ സഹായിക്കാം. ആരും അറിയാതെ ഈ ജയിലിൽ നിന്ന് തന്നെ ഞാൻ രക്ഷപ്പെടുത്താം. എന്നെ വിശ്വാസമില്ലേ തനിക്ക്? വിശ്വാസാണ്. പക്ഷെ വേണ്ട സന്ധ്യ. ഞാൻ എങ്ങോട്ടുമില്ല. ഞാനിനി ഇവിടെയാ. ഇവിടെ ഇവിടെ ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ട അമ്മേ, പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് ഇത് എഴുതുന്നത്. അമ്മയുടെ മകൾ യമുന ഇവിടെയുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയാം. നീ പറയുമല്ലടി? സരസമ്മയുടെ ചോറും തിന്നോണ്ട് സരസമ്മയുടെ കാല് വരുന്നോടി. അയ്യോ ചേച്ചി, ഞാൻ വെറുതെ. 3 നേരം മൃഷ്ടാന്നം വെട്ടി വിഴുങ്ങാൻ നിനക്കൊക്കെ തരുന്നതിന്റെ നന്ദി. വല്ല കടത്തിനേലും കടന്ന് പുഴുത്ത് ചാകേണ്ട നിന്നെയൊക്കെ പട്ടുമത്തെ കിടത്തിയതിന്റെ പ്രതിഫലം അല്ലടി. ഈ സ്ഥലം ഏതാന്ന് പറഞ്ഞു കൊടുക്കോ? അത്രേ. ഏതവളോടാടി നീ പറഞ്ഞു കൊടുക്കുന്നത്? നിന്റെ അമ്മായിയമ്മയോടോ? ചേച്ചി മിണ്ടി പോകരുത് വിഷവിത്തേ. നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാവടി. ഡാനിയൽ സാറിനോട് പറഞ്ഞ് നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. കൂട്ടുകാരിയെ സഹായിക്കാൻ നോക്കുന്നു. വലിയ കൂട്ടുകാരി. ഒന്നിച്ച് പള്ളിക്കൂടത്തിൽ പഠിച്ചതല്ലേ? പറയടി, എന്തിനാ നീ തന്തയില്ലായ്മ കാണിച്ചേ? പറയാൻ. ആ പാവ അമ്മ വിഷമിക്കുന്നറിഞ്ഞപ്പോ. ആഹാ, നിന്റെ സ്വന്തം തള്ളയോടില്ലാത്ത സിമ്പതിയാണോ ഇന്നലെ വന്ന ഒരുത്തിയുടെ തള്ളയോട്? നിന്റെ സിമ്പതിയും വിഷമമൊക്കെ തീർത്ത് തരാം മോളെ.
ഡാനിയൽ സാർ ഒന്ന് വന്നോട്ടെ. കൊത്തി അരിഞ്ഞ് പുഴയെ കളയണോ അതോ പച്ച ജീവനോടെ കത്തിക്കണോന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെയൊക്കെ എങ്ങനെ കൊന്നാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ലടി, അറിയാലോ നിനക്ക്. കാത്തിരുന്നോ വിഷപ്പാമ്പേ, നിന്നെക്കാൾ 100 ഇരട്ടി വിഷമുള്ള പാമ്പാ ഈ സരസമ്മ. കാത്തിരുന്നോ. അവിടെ കളി ഈ സരസമ്മയോടാ. ഡാ, നിന്നെ കാണാൻ ഒരു പെങ്കൊച്ചു വന്നിരിക്കുന്നു. എന്നെ കാണാനോ? ആര്? ആ, എനിക്കറിയില്ല, ചെന്ന് നോക്ക്. താരെ? ബാബുവേട്ടാ, ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. എന്തിനാ വന്നത്? അതും തനിച്ച്. നിങ്ങൾക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല അത്. കാണണമെന്ന് തോന്നിയ പിന്നെ ഞാൻ എവിടെ പോണം? എന്തിനാണ് ഇനി കാണുന്നത്? ഒരർത്ഥത്തിൽ ഇപ്പൊ ഞാൻ കാഴ്ചവസ്തു തന്നെ. പക്ഷേ നീ എന്നെ കാണാൻ വരരുത് താരെ. അതെനിക്ക് സഹിക്കാനാവില്ല. ഞാൻ വരും, ആരെതിർത്താലും വരും. പ്രതിയാണ് ഞാൻ. ആരുടെയോ പ്രാർത്ഥന കൊണ്ടാവാം വിശാൽ മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ വെറും പ്രതിയല്ല, കൊലക്കേസ് പ്രതിയായനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ വിഷമിപ്പിക്കുന്നേ? ഒന്നും മനഃപൂർവ്വം സംഭവിച്ചതല്ലല്ലോ. അതിനി പ്രധാനമല്ല. സംഭവിച്ചു തന്നെയാ. വീട്ടിലറിഞ്ഞാണ് ഈ വരവ്. ഈ ചോറ് തന്നയച്ചത് അമ്മയാ. എന്താ താരെ ഇതൊക്കെ? ഇവിടെ എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. സുഖമാണ് എനിക്കിവിടെ. അതെനിക്കറിയാം. ഇത് വാങ്ങ്. വാങ്ങാൻ. ബാബുവേട്ടന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ട്. വിഷമിക്കരുത്. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരബദ്ധം വരാതിരിക്കാൻ. എന്റെ പ്രാർത്ഥന വെറുതെ ആവില്ല. ബാബുവേട്ടൻ ശിക്ഷിക്കപ്പെടില്ല. ഇതിലപ്പുറം ഇനിയൊരു ശിക്ഷയുണ്ടോ താരെ? അച്ഛനും സുമിത്രച്ചിക്കും കിട്ടിയതുപോലെ എനിക്കും കിട്ടിയില്ലേ? ഞാനും നേടിയില്ലേ ഒരു സ്ഥാനപ്പേര്? ഇനി ജീവിതാവസാനം വരെ ആ അടയാളം, ആ നെറ്റിപ്പട്ടം എന്നെ വിട്ടു പോവോ? ദൈവാനുഗ്രഹമാണ്. ഏതാൾക്കൂട്ടത്തിൽ നിന്നാലും ഇനി ജനം എന്നെ തിരിച്ചറിയും, ബഹുമാനിക്കും. ഇരിക്കാൻ കസേര നീക്കിയിട്ട് തരും. മഹാകവിയുടെ മകൻ, ക്രിമിനൽ. മതി ബാബുവേട്ടാ, എന്തിനാ ഇങ്ങനെ എന്നോട്? ഇല്ല, നിർത്തി. പിന്നെ ഇന്നാണ് കോർട്ടിൽ ഹാജരാവുന്നത്. അങ്ങനെയും ഒരനുഭവം. വീട്ടിനുള്ളിൽ നല്ല കുട്ടിയെ നടന്നാൽ ഈ അനുഭവമൊന്നും കിട്ടില്ല. കിട്ടുമോ? അച്ഛൻ ചിലപ്പോ കോടതിയിൽ വന്നേക്കും. അച്ഛനെ കൊണ്ട് ആവുന്ന സഹായം എല്ലാം ചെയ്യും. അത്ഭുതം തോന്നുന്നു, സന്തോഷവും. ഇങ്ങനൊരു കേസ് ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത കുറഞ്ഞല്ലോ. അച്ഛനിപ്പോ ഒരു ശത്രുതയില്ല. മുമ്പ് നിങ്ങളോട് പറഞ്ഞതിലും ചെയ്തതിലും ഒക്കെ കുറ്റബോധമുണ്ട്. പക്ഷേ ഈ കേസിൽ അച്ഛൻ കാണിക്കുന്ന താല്പര്യം പോലും ശങ്കരമാവൻ കാണിക്കാത്തതിൽ എനിക്ക് ദേഷ്യമുണ്ട് ബാബുവേട്ടാ, സങ്കടവും. സ്വന്തം മോനേക്കാൾ വലുതാണ് പേരും പ്രശസ്തിയും. എൻ്റെ അച്ഛൻ ശങ്കരമാവനെ കുറ്റം പറയുമ്പോഴൊക്കെ ഞാൻ എതിർത്തിരുന്നു. പക്ഷേ
ഇപ്പൊ മാമന്റെ ഈ ദുരഭിമാനം കാണുമ്പോ എനിക്ക് ദേഷ്യ. പക്ഷേ എനിക്കൊട്ടും ദേഷ്യമില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ അച്ഛൻ. അല്ലെങ്കിൽ അത് ശങ്കർജിയല്ല, ഏതൊരു അച്ഛനായി പോവും. വ്യക്തിത്വമില്ലാത്ത ഏത് വീട്ടിലും കിട്ടുന്നൊരച്ഛൻ. അത്തരമൊരച്ഛനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛനൊരു ചെറുവിരൽ പോലും അനക്കാൻ പാടില്ല. സത്യത്തിൽ ഞാനിപ്പോൾ എന്നെ പറ്റിയല്ല, യമുനേച്ചിയെ പറ്റി ആലോചിക്കുന്നത്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും യമുനേച്ചിക്ക് വേണ്ടിയാ. ഒരാപത്തും കൂടാതെ തിരിച്ചു വരണേന്ന്. ഞാൻ നിങ്ങൾ രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ വിട്ടേക്ക്. അല്ലെങ്കിലും ഇനി എന്നെ പറ്റി ഓർത്തുകൊണ്ട് ഒരു കാര്യമില്ല താരെ. ഒരുപാട് ജീവിതം നിനക്കിനി ബാക്കിയുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, പ്രേമിൻ്റെ വിവാഹാലോചന തള്ളിക്കളയരുത്. നല്ലവനാ പ്രേം, എനിക്കടുത്തറിയാം. ഒരു ദുസ്വഭാവവും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ബാബുട്ടൻ പറയുന്നത്. പ്രേമിന്റെ വിവാഹാലോചനയോ? ഏത് പ്രേം? അങ്ങനെ ഒരു ആലോചനയെ വന്നിട്ടില്ലല്ലോ. വന്നു. താര അതറിയുകയും ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. എനിക്കൊരു വിഷമമില്ലടോ. പോലീസ് സ്റ്റേഷനിലെ പ്രതികളുടെ ലിസ്റ്റിൽ പേര് വീണ എന്നെ പോലെ ഒരുത്തനിൽ നിന്നും നീ രക്ഷപ്പെടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. വെറുതെ വെട്ടിതം വിളമ്പാതെ കാര്യം പറയൂ. ഏത് പ്രേമിന്റെ കാര്യ? ഞങ്ങളുടെ അയൽക്കാരൻ ദാക്ഷായണി ആൻറ്റിയുടെ മകൻ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നു. ഒരു